ഹായ്, എല്ലാവർക്കും നമസ്കാരം കേട്ടോ. താമരശ്ശേരി ഇങ്ങാപ്പുഴ ഭാര്യേനെ വെട്ടിക്കൊന്ന ഭർത്താവ് ആളിപ്പോൾ ജയിലിലാണ്. ഭാര്യേനെ മാത്രമല്ല, ഭാര്യേൻ്റെ മാതാപിതാക്കളെയും കൂടെ ഇയാൾ ഉപദ്രവിച്ചിട്ടുണ്ട്. രണ്ടാളും സീരിയസ് ആയിട്ട് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സയിലാണ്. ഈ സാധുവായ മാതാപിതാക്കൾക്ക് സ്വന്തം മോള് മരിച്ചു കിടക്കുന്ന സമയത്ത് അതിനു വേണ്ട കർമ്മങ്ങൾ ചെയ്യാനോ അതിൻ്റെ ചടങ്ങിൽ പങ്കെടുക്കാൻ പോലും പറ്റാത്ത അവസ്ഥയിൽ മെഡിക്കൽ കോളേജിൽ ചികിത്സയിലാണ്. ഈ വീട് പോലീസിൻ്റെ ബന്ധവസ്ഥയിലായതുകൊണ്ട് തന്നെ അടുത്തുള്ള മദ്രസകളിലാണ് ഈ മരിച്ച ഈ പെൺകുട്ടീൻ്റെ മയ്യത്ത് ദർശനത്തിന് വെച്ചിരിക്കുന്നത്. നാട്ടുകാരാണ് മുൻകൈ എടുത്തിട്ട് മരണാനന്തര ചടങ്ങും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിരിക്കുന്നത്. കാരണം ഉമ്മയിപ്പയും ഹോസ്പിറ്റലിലാണല്ലോ. വെട്ടിക്കൊന്ന ഭർത്താവ് പോലീസ് കസ്റ്റഡിയിലുമായി. ഇത് സത്യം പറഞ്ഞാൽ എൻ്റെ സ്വന്തം നാട്ടിലാണ് ഈ സംഭവം നടന്നിരിക്കുന്നത് കേട്ടോ. ഞാനിപ്പം വയനാട്ടിലാണെങ്കിലും കൂടിയിട്ട് എന്നെ കല്യാണം കഴിച്ചു കൊണ്ടുവന്നതാണ് വയനാട്ടിലേക്ക്. എൻ്റെ സ്വന്തം വീട് ഇങ്ങാപ്പുഴ. ഈ കൊലപാതകം നടന്നതിൻ്റെ ഏകദേശം 1-2 കിലോമീറ്റർ ചുറ്റളവ് തന്നെയാണ്. ഞാൻ ജനിച്ചു വളർന്ന നാടാണ്, എനിക്കറിയാവുന്ന സ്ഥലങ്ങളാണ്. അപ്പോൾ നമ്മളെ നാട് ഇങ്ങനെയൊന്നും ആയിരുന്നില്ല. ഒരു 10 വർഷം മുന്നേ വരെയൊന്നും ഇങ്ങാപ്പുഴ താമരശ്ശേരി എന്നത് അധികാർക്കും അറിയുന്നൊരു പ്രദേശമൊന്നും ആയിരുന്നില്ല. ഒരു ഗ്രാമപ്രദേശമാണ്, മലയോര മേഖലയാണ്. വളരെ നല്ല സ്നേഹവും സഹായവും സഹകരണവും ഒക്കെയുള്ള നാട്ടുകാരാണ്. വളർന്നു വരുന്ന തലമുറ ലഹരിക്ക് അടിമപ്പെട്ടതിൻ്റെ പേരിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന പ്രതിഭാസങ്ങളാണ് ഇപ്പോൾ ഈ കാണുന്നതൊക്കെ. സത്യം പറഞ്ഞാൽ നമ്മുടെ നാടാണ് എന്ന് പറയുമ്പോൾ നമുക്ക് ഭയങ്കര പ്രയാസമുണ്ട്. നമ്മുടെ നാടിനെ കുറിച്ച് ആരെങ്കിലും പറയാൻ ആഗ്രഹിക്കുമോ? ഇങ്ങനെയൊക്കെ ആരെങ്കിലും കേൾക്കാൻ ആഗ്രഹിക്കുമോ? ഒന്നുമില്ല. ഇത് ഇനിയിപ്പോൾ നമ്മൾ കുറേ പോസ്റ്റ്മോർട്ടം ചെയ്തതുകൊണ്ടോ നീട്ടി പരത്തി ന്യൂസ് ചീറി വിശദീകരണം ചെയ്തതുകൊണ്ടൊന്നും കാര്യമില്ല. എന്നാലും ഇവിടെ എനിക്ക് 1-2 ചെറിയ കാര്യങ്ങൾ സൂചിപ്പിക്കാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, അമ്മമാരോടാണ്, അല്ലെങ്കിൽ ഉമ്മമാരോടാണ്. ഈ കൊലപാതകം ചെയ്ത പ്രതിയുടെ ഉമ്മ പറയുന്നത്, ജസ്റ്റ് ഇവിടെ ഒരു വീഡിയോ ഇതിൻ്റെ സൈഡിൽ വെക്കാം കേട്ടോ. ഈ വീഡിയോ ഒന്ന് കേട്ട് നോക്കിയിട്ട് നിങ്ങളിതിനെക്കുറിച്ചൊന്ന് എന്താ പറയുക, ഈ വീഡിയോ കണ്ടതിന് ശേഷം ഞാൻ കുറച്ച് കാര്യങ്ങൾ പറയാം. കൂടുതലൊന്നും പറയുന്നൊന്നുമില്ല. ഇനിയിപ്പോൾ നമ്മൾ കുറേ പറഞ്ഞിട്ടുണ്ട്. ഇങ്ങനെയുള്ള സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ വേണ്ടി നമുക്ക് ഓരോരുത്തർക്കും എന്ത് ചെയ്യാൻ കഴിയും എന്നുള്ളതിനെക്കുറിച്ച് മാത്രമേ ഇനിയിപ്പോൾ നമ്മൾ സംസാരിച്ചിട്ട് കാര്യമുള്ളൂ. കഴിഞ്ഞതിനെക്കുറിച്ച് നമ്മളിനിയിപ്പോൾ എന്ത് പറഞ്ഞിട്ട് എന്താ? പോയ കുട്ടീൻ്റെ ജീവൻ തിരിച്ചു കിട്ടുമോ? ഇല്ല. എന്തായാലും ഈ ഉമ്മ പറയുന്നത്, മോനെക്കുറിച്ച് പറയുന്നത് നമുക്കൊന്ന് കേട്ടോ കേട്ടോ. എണ്ണയും അടിച്ചിങ്ങോട്ട് വന്നിട്ട് ഇവൻ ഇവൻ്റെ ഐക്കുമായിട്ട് പോന്ന് ഓൻ 500 ഉറുപ്പ് എടുത്തോട്ട് എണ്ണയും അടിക്കാൻ കയറിക്ക്. പിന്നെ പിന്നെ യൂണിവേഴ്സിറ്റിയിൽ നോമ്പ് തുറക്കാൻ പോയി. ഓൻ ഇങ്ങോട്ട് എത്തിയുമ്പോൾ വിളിച്ചു വെച്ചാൽ പറഞ്ഞില്ല, എത്തിയില്ല, ഓനോട്ടാ പോയെന്നാണ്. ഓനോട് ഇങ്ങോട്ട് പോരാൻ പറഞ്ഞാണല്ലോ ഞാൻ പോയതെന്ന് ഇവനും പറഞ്ഞു. പിന്നെ ഇവന് നോമ്പ് തുറന്ന് ഇവിടെ വന്നപ്പോൾ എന്നതിന് മുന്നേ ഓൻ വിവരം അറിയുന്നത് ഇങ്ങനെയാണ് സംഭവിച്ചത്. ഓൻ എന്നെ വിളിച്ച് പറയുന്നത് ഇങ്ങനെ സംഭവിച്ചിരിക്കുമ്പോൾ ഇനി നമ്മളെന്താ ചെയ്യുക? ഓളെന്തോ ചെയ്തിരിക്കുന്നോലോ പോയിട്ട് ഞങ്ങൾക്ക് ഓർമ്മയില്ല. പിന്നെ എന്താണ് സംഭവിച്ചത്? എടുക്കാൻ ചെന്ന പോലെ എന്തോ പറഞ്ഞ് വാപ്പാണ് ഇതിന്റെ കാരണക്കാരന്. വാപ്പാണ് ഇങ്ങനെ ഓനെ വാശി പിടിച്ചിട്ട് ഓനോട് ഇങ്ങനെ ദേഷ്യം പിടിക്കുന്നത്. ചെല്ലുമ്പോ ഒക്കെ പറയും കൊണ്ടുപോകില്ല, ഞങ്ങൾക്ക് എന്റെ പേരും വിടാൻ താല്പര്യമില്ല എന്നൊക്കെ. ഓള് പോരാന്നും പറയുന്നുണ്ട് എന്ന്. അതാ ഞങ്ങളോട് പറയുന്നത്. ഞങ്ങൾ കേൾക്കല്ല, ഞങ്ങൾ കാണുന്നില്ല. അതാണ് നമ്മൾ സംഭവിച്ചത്. പിന്നെ എന്താണ് നടന്നത് നമുക്കൊന്നും അറിയൂല. ഞങ്ങൾക്ക് ഞങ്ങളെ മോൾക്ക് പോയി എനിക്ക് മോളൊരു നോക്ക് കാണാനുള്ള സംവിധാനങ്ങൾ ഉണ്ടാക്കി. ഞാനോട് 5 കൊല്ലം നോക്കിയത് ഞങ്ങളെന്റെ ഒരു സ്ഥാനമില്ല. എനിക്കൊരു നോക്ക് കാണാനുകളുടെ ഓളയ്ക്ക് കാണിച്ചു തരാനുള്ള സംവിധാനങ്ങളാക്കി കണ്ടു പോകാൻ പറ്റില്ല. അത്രയുള്ളൂ. എന്റെ മോക്കൊരു ബൊമ്മല്ലാണ്ടായി പോയി. ഒരു വാശി പിടിപ്പിച്ചിട്ടല്ലേ, ഒരു വാശി പുറത്തല്ലേ ഇതൊക്കെ വന്നത്. അല്ലാണ്ട് ഒരു തെറ്റോ പെടുക്കോ കച്ചറ ഇല്ലാത്ത ആൾക്കാരല്ലേ. ഇതിലിവർ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഈ കൊല്ലപ്പെട്ട പെൺകുട്ടീൻ്റെ ഉപ്പയാണ് എല്ലാത്തിനും കാരണം. അയാൾ ഇവനെ വാശി പിടിപ്പിച്ചിട്ടാണ്, അല്ലാണ്ട് അവനെ എങ്ങനെയും ചെയ്യുന്ന ഒരാളൊന്നല്ല എന്നുള്ള രീതിയിൽ. എത്ര എങ്ങനെയായാലും സ്വന്തം മക്കൾ എന്തെല്ലാം തെറ്റ് ചെയ്താലും അവരെ വീണ്ടും ന്യായീകരിച്ച് അവൻ്റെ ഭാഗത്തല്ല തെറ്റ്, അവൻ ചെയ്ത തെറ്റിനെ മറ്റുള്ളവരുടെ തലയിൽ കെട്ടിവെക്കാൻ ശ്രമിക്കും, സ്വന്തം മക്കളെ ന്യായീകരിക്കുകയും നന്നാക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്ന ഇതേപോലെയുള്ള മാതാപിതാക്കളാണ് ശരിക്കും കുറ്റക്കാർ. ഇപ്പം നമ്മുടെ മക്കൾ തന്നെയാണെങ്കിലും നമ്മളൊരിക്കലും നമ്മളെ മക്കളെ ന്യായീകരിക്കുകയല്ല ചെയ്യേണ്ടത്. നമ്മളെ മക്കളെ ഭാഗത്ത് തെറ്റുണ്ടെങ്കിൽ അത് പറഞ്ഞ് അവരെ തിരുത്തി അവരെ നല്ല രീതിയിലേക്ക് നയിക്കുമ്പോഴാണ് നമ്മളെ മക്കൾ നന്നാവുക. നമ്മൾ മക്കൾ ചെയ്യുന്ന എല്ലാ തെറ്റിനും സപ്പോർട്ട് ചെയ്ത് അവരെ ഇങ്ങനെ പാമ്പർ ചെയ്ത് കൊണ്ടു നടന്നാൽ മക്കൾ ആ തെറ്റ് തിരുത്താൻ ഒരിക്കലും തയ്യാറാവില്ല. അത് ഈ ഉമ്മ മാത്രമല്ല, ഒട്ടുമിക്ക അമ്മമാരും അല്ലെങ്കിൽ ഉമ്മമാരും ഇങ്ങനെ തന്നെയാണ്. സ്വന്തം മക്കൾ പ്രത്യേകിച്ചും ആ കുട്ടികൾ എന്ത് ചെയ്താലും സപ്പോർട്ട് ചെയ്തിട്ട് അവരുടെ പക്ഷം പിടിച്ച് സംസാരിക്കുക. അവരെന്ത് തെറ്റ് ചെയ്താലും അതിന് മറ്റുള്ളവരായിരിക്കും കാരണക്കാർ.
ഇപ്പം ഈ ഉമ്മ പറയുന്നത് കേട്ട് കഴിഞ്ഞാൽ ഈ കുട്ടീൻ്റെ പിതാവ് പിന്നെ എന്ത് ചെയ്യണമായിരുന്നു? മോളെ കെട്ടി അല്ലെങ്കിൽ മോള് ചാടിപ്പോയതാണെങ്കിൽ പോലും കുറേ കഴിയുമ്പം ക്ഷമിക്കുകയും പൊറുക്കുകയൊക്കെ ചെയ്ത് മക്കളെ തിരിച്ച് വിളിക്കുക, മക്കളായിട്ട് കോംപ്രമൈസ് ആവുകയൊക്കെ ചെയ്ത് മോളെ കല്യാണം കഴിച്ച ഒരാൾ ലഹരിക്ക് അടിമയാണെന്നും അതല്ല അവൻ്റെ കൂട്ടുകാരൻ ഉമ്മയെ വെട്ടിക്കൊന്നൊരുത്തനാണെന്നും അങ്ങനെയുള്ള ആൾക്കാരുമായിട്ടാണ് ഇവന് സഹവാസമെന്നും സമ്പർക്കമെന്നും എല്ലാം മനസ്സിലാക്കി നാളെ സ്വന്തം മോൾക്കും ഇതേ ഒരു ഗതി വന്നാലോ എന്ന് പേടിയുള്ള ഒരു പിതാവ് പിന്നെയും ഇവൻ്റെ കൂടെ വിടണം എന്നാണോ ഈ ഉമ്മ പറയുന്നത്? ഈ ഇങ്ങനെയുള്ള ദുരന്തങ്ങളൊക്കെ ഈ പിതാവ് മുൻകൂട്ടി കണ്ടതുകൊണ്ടായിരിക്കില്ലേ അവൻ്റെ കൂടെ പോകണ്ട എന്ന് വാശി പിടിച്ചിട്ടുണ്ടാവുക. അത് നല്ലൊരു ഭർത്താവായിരുന്നെങ്കിൽ കുട്ടീൻ്റെ പേരിൽ എത്രങ്ങാനും ലോണും കടങ്ങളും കാര്യങ്ങളും ഇവനെടുത്ത് കൂട്ടിയിട്ടുണ്ടെന്ന് അറിയാം. ഇവളുടെ പേരിൽ ലോൺ എടുക്കുക, അവൻ ദൂർത്തടിക്കുക. പിന്നെ ഇതേപോലെ തന്നെ ഇവളുടെ പേരിൽ ലോൺ എടുക്കുക, അവൻ ദൂർത്തടിക്കുക. ഇവളുടെ പേരിൽ ലോൺ എടുക്കുന്നത് ഇപ്പോൾ സ്ത്രീകൾക്കാണ് ലോൺ കിട്ടാൻ കുറച്ചും കൂടെ സാധ്യത കൂടുതൽ. അപ്പോൾ അത് കണക്കാക്കിയിട്ട് ഇവളുടെ പേരിൽ ലോൺ എടുക്കുക, ആ പൈസയും കൊണ്ട് ഇവൻ ദൂർത്തടിക്കാം. ഇവൻ നല്ലൊരു ഭർത്താവായിരുന്നെങ്കിൽ ഈ കുട്ടിക്ക് എന്താ പറയുക, ലോൺ അടയ്ക്കാത്തതിൻ്റെ പേരിൽ ആൾക്കാർ വീട്ടിലേക്ക് തിരഞ്ഞു വരികയും ഇങ്ങനെ മാനസികമായിട്ടും സാമ്പത്തികമായിട്ടും സംഘർഷത്തിലായി പോവുകയും ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടാവുമായിരുന്നു. ഇവൻ നല്ല ഭർത്താവായിരുന്നെങ്കിൽ. അതല്ലാത്തത് കൊണ്ടല്ലേ ഈ പിതാവ് അവൻ്റെ കൂടെ ഇനി പോകണ്ട എന്ന് പറഞ്ഞ് മകളെ നിർബന്ധിക്കുകയും പിടിച്ചൊക്കെയും ചെയ്തത്. എന്നിട്ടും ആ പിതാവിനാണെന്ത് കുറ്റം മുഴുവനും മകൻ ചെയ്തതിനെ ന്യായീകരിക്കുകയാണ് ഇപ്പോഴും. അല്ലെങ്കിൽ തന്നെ ആ പെൺകുട്ടീൻ്റെ വീട്ടിൽ ഇളയ മോളാണ് ഇവൾ. ഇളയ മോളോട് കുറച്ചും കൂടെ സ്നേഹവും കരുതലും കൂടും, പ്രത്യേകിച്ച് ഉപ്പമാർക്ക്. ആ സ്നേഹവും കരുതലും കാണിച്ചതിൻ്റെ പേരിൽ ഇപ്പോൾ ആ ഉപ്പ ആരായി? തെറ്റുകാരനായി. കൊലപാതകം ചെയ്ത ഇവരുടെ മോന് നല്ല കുട്ടി, അയാൾ വാശി പിടിപ്പിച്ചതിൻ്റെ പേരിൽ എന്തൊക്കെ വാശി കയറി കഴിഞ്ഞാലും സ്വന്തം ഭാര്യനെ ഇങ്ങനെ കഴുത്തറുത്ത് കൊല്ലുക, ആളുടെ മാതാപിതാക്കളെ അതേപോലെ ഗുരുതരമായിട്ട് ആക്രമിച്ച് പരിക്കേൽപ്പിക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ സ്വയബുദ്ധിയുള്ള ആർക്കെങ്കിലും ചെയ്യാൻ പറ്റുന്നൊരു കാര്യമാണോ? അല്ലെങ്കിൽ ആരെങ്കിലും ഒരാൾ വാശി പിടിപ്പിച്ചതിൻ്റെ പേരിൽ ഇങ്ങനെയൊക്കെ ചെയ്യുന്ന ആൾക്കാരെ എന്താ വിളിക്കുക നമ്മൾ? എന്നിട്ടും ആ സ്വന്തം മോനെ ന്യായീകരിക്കാൻ കാണിക്കുന്ന ഒരു മനസ്സുണ്ടല്ലോ, അത് നമ്മളാരും കാണാതെ പോരുത്. എന്നിട്ട് അവരുടെ ഒരു കരച്ചിൽ, എനിക്ക് ആ മോളെ അവസാനമായിട്ടൊന്ന് കാണണം എന്നൊക്കെ പറഞ്ഞിട്ട് ഇവർക്ക് ഇത് പറയാനുള്ള യോഗ്യതയുണ്ടോ? ഇവർ നല്ല രീതിയിൽ വളർത്തിയൊരു മോനായിരുന്നെങ്കിൽ ആ മോൻ ഇച്ചേക്ക് ചെയ്യുമായിരുന്നു. നമ്മൾ പിന്നെ എന്താ പറയുക, സംഭവിച്ച ശവത്ത് കുത്തുക എന്ന് പറഞ്ഞ കാര്യം അവരുടെ വീട്ടിലൊരു ദുരന്തം സംഭവിച്ചിട്ട് വീണ്ടും വീണ്ടും അവർ നമ്മളിങ്ങനെ ക്രിട്ടിസൈസ് ചെയ്യുന്നത് അത്ര നല്ല കാര്യമൊന്നുമല്ല. എന്നാൽ പോലും അവരൊരിക്കലും ഈ മോനെ ന്യായീകരിക്കാൻ നിൽക്കരുത്. എങ്കിലെങ്കിലും അവരുടെ ഭാഗത്ത് നിന്ന് നമുക്ക് എന്തായാലും ഒരു ഇത്തിരിയെങ്കിലും ന്യായമുണ്ട്, അല്ലെങ്കിൽ അവർ ചെയ്തത് അവരിപ്പോൾ എടുത്ത നിലപാടെങ്കിലും ശരിയാണെന്ന് നമുക്ക് പറയാമായിരുന്നു. ഇതൊന്നുമില്ല. അത് ഇത്രയും ക്രൂരത ചെയ്ത് സ്വന്തം ഭാര്യേനെ വെട്ടിക്കൊന്ന് അവരുടെ മാതാപിതാക്കളെ ആക്രമിച്ച് അവരെ ഗുരുതരാവസ്ഥയിൽ ഹോസ്പിറ്റലൈസ്ഡാക്കി ഇത്രയൊക്കെയും ചെയ്ത് സ്വന്തം മോനെ ഇവർ ഇനി ന്യായീകരിക്കുക. ഇങ്ങനെ എല്ലാ മാതാപിതാക്കളും സ്വന്തം മക്കൾ ചെയ്യുന്ന തെറ്റിനെ ന്യായീകരിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഈ തലമുറേനെ പിടിച്ചാൽ കിട്ടൂല, അല്ലെങ്കിൽ തന്നെ പിടിച്ചാൽ കിട്ടാത്ത അവസ്ഥയിലെത്തിയിട്ടുണ്ട്. ഇനിയെങ്കിലും മാതാപിതാക്കൾ എന്താക്കുക, സ്ട്രിക്റ്റായിട്ട് മക്കളുടെ കാര്യത്തിൽ ശ്രദ്ധിക്കുക. മക്കൾ എവിടെ പോകുന്നു, മക്കൾ ആരുമായിട്ട് കൂട്ടുകെട്ടുന്നു, മക്കളുടെ ഇടപാടുകൾ എന്തൊക്കെയാണ്, എപ്പം വീട്ടിൽ വരുന്നു, എപ്പം തിരിച്ചു പോകുന്നു, റൂമിൽ കയറി കഥ കടച്ചു കഴിഞ്ഞാൽ ഇവർക്ക് എന്താണ് പരിപാടി എന്നുള്ള കാര്യങ്ങളിലൊക്കെ മാതാപിതാക്കൾ രാവും പകലും ശ്രദ്ധിക്കണം. 24 hours മക്കളുടെ ഓരോ പ്രവർത്തനങ്ങളും വാച്ച് ചെയ്തുകൊണ്ടിരിക്കണം. എന്ന് വെച്ച് തൊട്ടാനും പിടിച്ചാനും മുഴുവനും ഈ ചങ്ങലക്കിട്ടമാതിരി വളർത്തണം എന്നല്ല, അത്യാവശ്യം ഫ്രീഡം കൊടുക്കണം. ആ ഫ്രീഡം കൊടുക്കുമ്പോഴും കടിഞ്ഞാണ് നമ്മുടെ കയ്യിലായിരിക്കണം. എന്നാൽ മാത്രമേ നമുക്ക് നമ്മുടെ നാടിനെ തിരിച്ചു കിട്ടുള്ളൂ. ഈ ലഹരി എന്ന് പറയുന്ന വിപത്ത് നമ്മുടെ നാട്ടിൽ നിന്ന് ഒഴിഞ്ഞു പോകുള്ളൂ. അങ്ങനെ ഒഴിഞ്ഞു പോയാൽ മാത്രമേ നമുക്ക് നാളത്തെ ഒരു തലമുറ നമ്മുടെ നാട്ടിൽ ബാക്കിയുണ്ടാവുള്ളൂ. അല്ലെങ്കിൽ എന്താ പറയുക, വംശനാശം വന്ന് തീർന്നു പോവുകയുള്ളൂ. ഇങ്ങനെയാണെങ്കിൽ പകുതി ആൾക്കാർ ജയിലും കിടക്കും, പകുതി ആൾക്കാർ മണ്ണിൻ്റെ അടിയിലും കിടക്കും. അത് പോകെ പോകെ വംശനാശം വന്ന് അങ്ങ് തീരെ ഉണ്ടാവുള്ളൂ. അപ്പോൾ ആ ഒരു അവസ്ഥ ഇല്ലാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും എന്താക്കുക, യോജിച്ച് പ്രവർത്തിക്കുക. ഓരോരുത്തർക്കും ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ അവനവൻ്റെ ഭാഗത്തുനിന്ന് ചെയ്യാം. അപ്പം വേറെ കൂടുതലൊന്നും പറയാനില്ല. സ്വന്തം നാട്ടിൽ നടന്ന ഇങ്ങനെ ഒരു സംഭവത്തിൽ നമുക്ക് പ്രയാസമുണ്ട്. ഇനി ഈങ്ങാപ്പുഴയും താമരശ്ശേരിയും ഇങ്ങനൊരു വാർത്തയിൽ നിറഞ്ഞു നിൽക്കാണ്ടിരിക്കട്ടെ. ഈങ്ങാപ്പുഴയും താമരശ്ശേരി മാത്രമല്ല, കേരളത്തിൽ എവിടെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും സംഭവിക്കാണ്ടിരിക്കട്ടെ. ഇനി ഓരോ വാർത്ത കേൾക്കുമ്പോഴേ നമുക്ക് സന്തോഷിക്കാനോ അഭിമാനിക്കാനോ എന്തെങ്കിലുമൊക്കെ വിഷയങ്ങൾ കിട്ടട്ടെ. ഇപ്പോൾ വീഡിയോനെ പറ്റി നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ അത് നെഗറ്റീവ് ആണെങ്കിലും പോസിറ്റീവ് ആണെങ്കിലും കമൻറ്റ് പറയുക, കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യാനോ ഞാൻ പറയുന്നില്ല, കാരണം ഷെയർ ചെയ്യാൻ മാത്രം വലിയ സംഭവങ്ങളൊന്നും എൻ്റെ വീഡിയോയിലില്ലെന്ന് എനിക്ക് തന്നെ അറിയാം. എല്ലാവരും കണ്ട് സപ്പോർട്ട് ചെയ്യുക, ഒരു ലൈക്ക് തരിക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും